നിറയെ എഴുതിയിട്ട് നമ്മുടെ വകീരം പിള്ളേരാക്കി കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് ടോക്സിസിറ്റി, അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി ഡാമേജ്, ഈവൻ ക്യാൻസർ വരെ വരാനുള്ള കെമിക്കൽസ് ആഡ് ആയിട്ടുണ്ട്. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഡെയിലി കാജൽ യൂസ് ചെയ്യാറുണ്ടല്ലോ, അതായത് കണ്ണിൽ നമ്മൾ കണ്ണെഴുതാറുണ്ട്, കരി ഉപയോഗിച്ച് കണ്ണെഴുതാറുണ്ട്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിലായാലും ഒരു ദിവസമെങ്കിലും നമ്മൾ കാജൽ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ണെഴുതിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും എന്ത് പറ്റി, വയ്യേ, സിക്കാണോ എന്നൊക്കെ ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കണ്ണ് എഴുതുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഫേസിൽ വേറൊരു മേക്കപ്പും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫേസിൻ്റെ ഒരു ഓവറോൾ ഭംഗി ഒരു കണ്ണ് എഴുതുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാവരും എന്താ പറയുക കാജൽ യൂസ് ചെയ്യാറുള്ളത് തന്നെയാണ്. അപ്പം ഈ ഒരു കാജൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക് പ്രോഡക്ട്സിൽ ഞാൻ അടുത്തിടയ്ക്ക് കണ്ടൊരു ന്യൂസാണ്, നമ്മുടെ കാജൽ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്താ ലെഡ്, മെർക്കുറി അതുപോലത്തെ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഒരു കുട്ടി മരണപ്പെട്ടു എന്നുള്ളൊരു ന്യൂസാണ് ഞാൻ കണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് നോക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാ കോസ്മെറ്റിക് പ്രോഡക്ട്സിലായാലും മേക്കപ്പ് ഐറ്റംസിലായാലും ലെഡ്, കാഡ്മിയം, മെർക്കുറി പോലുള്ള ഒത്തിരി കെമിക്കൽസ് ആഡ് ആയാണ് വരുന്നത്. ഈ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന പ്രോഡക്ട്സിനെ നന്നായിട്ട് പ്രിസർവ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ അവർ പറയുന്ന തരത്തിലുള്ള, അവർ ക്ലെയിം ചെയ്യുന്ന തരത്തിലുള്ള ഫങ്ഷൻസ് അതിന് അറ്റൈൻ ചെയ്യാനും പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കെമിക്കൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങണം, അതിപ്പോൾ സ്കിൻ ലൈറ്റനിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു പ്രോഡക്റ്റ്, നമ്മൾ എന്തിനാണ് സ്കിൻ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി, ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ആ ഒരു റിസൾട്ട് തരണമെങ്കിൽ അതിന് തക്കതായ കെമിക്കൽസ് അതിൽ ആഡ് ആയിട്ടുണ്ടായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഈ ലെഡ്, മെർക്കുറി പോലുള്ള ഐറ്റംസ്. അതായത് നമ്മുടെ സ്കിൻ ലൈറ്റനിങ്, ആന്റി റിങ്കിൾ പ്രോഡക്ട്സ്, അതുപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിനകത്തും ഈ പറയുന്ന കെമിക്കൽസ് ആഡ് ആയി വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടിൽ കൂടുതലാവുമ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ അടുത്തിടെ വന്നൊരു ന്യൂസില്ലേ, നമ്മുടെ ഈ ഒരു വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ട് കിഡ്നി ഡാമേജ് ആയിട്ടുള്ളത്, അത് ഇതുപോലെയാണ്. ലെഡ്, മെർക്കുറി ഒക്കെ അളവിൽ കൂടുതലും ആ ഒരു പ്രൊഡക്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ആൾക്കാർക്ക് അങ്ങനെ കിഡ്നി ഡാമേജ് വന്നത്. ഇപ്പോൾ കിഡ്നി ഡാമേജ് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന കെമിക്കൽസ് റെക്കമെൻഡഡ് എമൗണ്ടിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ന്യൂറോടോക്സിസിറ്റി, അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി ഡാമേജ്, ഈവൻ ക്യാൻസർ വരെ വരാമെന്നുള്ള കെമിക്കൽസ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സിലും ഈ പറയുന്ന കെമിക്കൽസും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ യൂസ് ചെയ്യുന്ന കാജൽ, അതായത് ഞാൻ കൂടുതലും ലാക്മേയുടെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇപ്പോൾ ഒന്ന് മാറ്റി, LA18 എന്ന് പറയുന്ന ഈ ഒരു കാജലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബാക്ക് സൈഡ് നോക്കി, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ പല എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അത് വേണ്ടിയിട്ടാണ് ഞാനും വാങ്ങിയത്. പക്ഷേ ഇതിലൊന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് അറിയാൻ പറ്റുന്നത്? നമ്മൾ സാധാരണക്കാരായ കസ്റ്റമേഴ്സിന് എങ്ങനെ ഇതൊക്കെ നോക്കി മേടിക്കാനായിട്ട് പറ്റും? അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നേ ഉള്ളൂ, തീരെ ചീപ്പായിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാതിരിക്കുക. കുറച്ചെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള, ഒത്തിരിയും ബ്രാൻഡ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എന്നാലും നമുക്ക് കുറച്ചെങ്കിലും ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ്, കാരണം കണ്ണ് പോലുള്ള നമ്മുടെ അവയവങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യും. കാരണം നമ്മൾ ഇൻസൈഡ് ഐ ആണ്, നമ്മൾ ഈ ഒരു പാർട്ടിലാണ് നമ്മൾ കാജൽ ഡെയിലി എഴുതി കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ആവാൻ, സ്മഡ്ജ് ചെയ്ത് അത് അകത്തോട്ട് അബ്സോർബ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കെമിക്കൽസ് ആണ് നമ്മൾ ഡെയിലി ആ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചെങ്കിലും ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ്, തീരെ ചീപ്പ് ആവാതെ കുറച്ചെങ്കിലും ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് വാങ്ങാനായിട്ട് നോക്കുക. അപ്പോൾ കുറച്ച് നല്ല കാജൽസ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുപോലെ തന്നെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള, മിനറൽ ബേസ്ഡ് ആയിട്ടുള്ള കാജൽസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഈ കുട്ടികൾക്കില്ലേ, നമ്മളിപ്പം ഇപ്പോൾ അമ്മമാരായാലും പണ്ടൊക്കെ ആയിരുന്നു കൂടുതൽ, കുഞ്ഞു കുട്ടികൾക്ക് കണ്ണൊക്കെ നിറയെ എഴുതിയിട്ട് നമ്മുടെ വകീരം പിള്ളേ പോലെ ആക്കി കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് കുഞ്ഞു കുട്ടികൾക്ക് കണ്ണ് എഴുതണ്ട എന്നുള്ളതാണ്. ഇനി നമ്മൾ കുട്ടികൾക്ക് കാജൽ യൂസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള നിർബന്ധമുള്ളവർ എന്തെങ്കിലും ഡോക്ടേഴ്സ്, ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് നല്ല കാജൽസ് അവർ തന്നെ ബേബി പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യും. ആ പ്രോഡക്ട്സ് വല്ലപ്പോഴും യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഈ കഥകളി പോലെ ഈ കുട്ടികളെ ഇങ്ങനെ കണ്ണെഴുതിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ആ ഒരു ന്യൂസ് എത്രത്തോളം സത്യമുള്ളതാണ് എന്ന് അറിയില്ല. പക്ഷെ ആ ഒരു കുട്ടി മരണപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ന്യൂസ് കണ്ടത്, ആ ഒരു കാജൽ യൂസ് ചെയ്തിട്ട്. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഒത്തിരിയും ഓവറായിട്ട് കണ്ണൊക്കെ എഴുതി, കണ്ണിൻ്റെ ഉള്ളിലും താഴെയും മേളിലും ഒക്കെ എഴുതി വാലൊക്കെ ഇട്ട് എഴുതേണ്ട ഒരു ആവശ്യവുമില്ല. ഡോക്ടേഴ്സ് കാണുമ്പോൾ കൂടുതൽ വഴക്ക്
വഴക്കാണ് പറയാറുള്ളത്. അപ്പോൾ വളരെ ലൈറ്റായിട്ട് അത് ഒരു പീഡിയാട്രീഷ്യനോ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് നല്ല തരം പ്രോഡക്ട്സ് അവർ തന്നെ റെക്കമെൻഡ് ചെയ്ത് തരാം, അത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ തന്നെ കുട്ടികൾക്ക് അങ്ങനെ കാജലൊന്നും എഴുതി കൊടുക്കേണ്ട അല്ലെങ്കിൽ കരി എഴുതി കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കും, അതായത് നമ്മൾ തീരെ ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒത്തിരിയും കുട്ടികളുടെ കണ്ണിൽ ഡെയിലി ഇങ്ങനെ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു ന്യൂസിന് കാരണമായിട്ടുള്ളത്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഈ എന്താ പറയുക ഈ ചട്ടിയൊക്കെ ചൂടാക്കിയിട്ട് അതിൽ നിന്ന് കരിയൊക്കെ എഴുതി കുട്ടികൾക്ക് നിറയെ കണ്ണിൽ എഴുതി കൊടുക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഇപ്പോഴും അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് നിർത്താനായിട്ട് നോക്കുക. വേറെ ഒരു പ്രോഡക്ട്സ് ഇപ്പം പുറത്തുനിന്ന് വാങ്ങുന്നതായാലും നല്ല പ്രോഡക്ട്സ് ആയാൽ പോലും കുട്ടികൾക്ക് ഇങ്ങനെ ഓവറായിട്ട് കണ്ണിലൊക്കെ എഴുതേണ്ട ഒരു ആവശ്യമില്ല. വല്ലപ്പോഴും ഒന്ന് നിങ്ങൾക്കൊരു ഭംഗിക്ക് ഇപ്പോൾ കാണണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വല്ലപ്പോഴും യൂസ് ചെയ്താൽ മതി. അതും ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് തന്നെ, അതായത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ അഡൾട്ട്സിനെ പോലെയല്ലല്ലോ, കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ അവരുടെ കണക്ക് അത്രയും ഡെലിക്കേറ്റ് ആണ്. അപ്പോൾ ഇത്രയും ഒന്നും ടോക്സിസിറ്റി ഒന്നും നമുക്ക് ആദ്യമേ ഇങ്ങനെ ഒത്തിരിയും കെമിക്കൽസ് ഒന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന പ്രോഡക്ട്സ് നല്ല അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് വാങ്ങിയാൽ തന്നെ നമുക്ക് കുറേയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തീരെ അങ്ങോട്ട് ചീപ്പ് ക്വാളിറ്റീസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ അതിനകത്ത് അവർ യൂസ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണ്, എത്ര എമൗണ്ടിലാണെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തരത്തിലുള്ള ഈ കോസ്മെറ്റിക് പ്രോഡക്ട്സ്, അതായത് ലിപ്സ്റ്റിക് ആയാലും കാജലായാലും മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ ചെയ്യാന്നുള്ള ഒരു ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, ചൂസ് ചെയ്യുന്നത് നല്ല പ്രോഡക്ട്സ് എടുക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ എത്ര അങ്ങോട്ട് ഹെർബൽ പ്രോഡക്ട്സ് ആയാലും ഹൈ എൻഡ് പ്രോഡക്ട്സ് ആയാലും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു കോസ്മെറ്റിക്സ് നമുക്ക് ഒരിടത്തും കിട്ടില്ല. പക്ഷേ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ലെഡ്, കാഡ്മിയം, മെർക്കുറി പോലുള്ള ഇൻഗ്രീഡിയൻസ് റെക്കമെൻഡഡ് എമൗണ്ടിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളതും ഒന്ന് ഉറപ്പ് വരുത്തിയിരിക്കാം. അപ്പോൾ ഇത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് ഇത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ ആൾക്കാർ ഇപ്പോൾ എത്ര ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൈറ്റനിങ് പ്രോഡക്ട്സിൻ്റെ കാര്യമായാലും ഇപ്പോൾ എത്ര കിഡ്നി ഡാമേജ് ആയാലും കിഡ്നി അടിച്ചു പോയാലും വീണ്ടും ആ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ പറയുക, നല്ല പ്രോഡക്ട്സ് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. അത്രേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഡെയിലി ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്ടർ ലൈനിൻ്റെ ഭാഗത്ത് ഡെയിലി കാജൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഴുതാതിരിക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ കൂടുതൽ എനിക്ക് താഴെയാണ് എഴുതുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഡെയിലിയൊക്കെ ഇപ്പം നമ്മളൊന്നും ഡെയിലി യൂസ് ചെയ്യാറില്ല, ഞാൻ ഡെയിലി അങ്ങനെ കാജൽ യൂസ് ചെയ്യുന്നതല്ല, മീൻസ് ഇപ്പോൾ ഈ വാട്ടർ ലൈനിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മുകളിൽ നമ്മുടെ സാധാരണ മറ്റേ ഐലൈനറില്ലേ അത് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ താഴെ ആകുമ്പോൾ നമ്മൾ കണ്ണിന് ഇൻസൈഡ് നമ്മൾ പോകുന്നില്ലല്ലോ, പ്രോഡക്റ്റ് കാജിൽ പോകുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയും നമുക്ക് കുറേയൊക്കെ മാക്സിമം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ യൂസ് ചെയ്യുന്ന നല്ല പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിലെനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ കോഷ്യസ് ആയിരിക്കുക ഇങ്ങനത്തെ പ്രോഡക്ട്സ്, കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ. എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിൽ ഇങ്ങനെ ധാരാളം കുറേ കരി എഴുതുന്ന ഒരു രീതിയുണ്ട്, പല വീടുകളിലും ഉണ്ട്. അതൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ തന്നെ കുട്ടികൾക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.